ഡിസംബർ 25 ബുധനാഴ്ച. യോഹന്നാൻ 1 മുതൽ 18 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു റബായ് തൻ്റെ ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിച്ചു: അന്ധകാരം കീഴടക്കപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ പ്രഭാതം വന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ശിഷ്യരിൽ ഒരാൾ മറുപടി പറഞ്ഞു: ദൂരത്തേക്ക് നോക്കി ഒരു പശുവും മാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ പ്രഭാതം വന്നിരിക്കുന്നുവെന്ന് നമുക്കറിയാൻ സാധിക്കും. കൊള്ളാം, റബ്ബി പ്രതികരിച്ചു. എന്നാൽ അത് പൂർണ്ണമായ ഉത്തരമല്ല. മറ്റൊരു ശിഷ്യൻ പറഞ്ഞു: നമ്മൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു ആപ്പിൾ പുഷ്പത്തിൽ നിന്ന് ഒരു പീച്ച് പുഷ്പത്തെ വേർതിരിച്ചറിയാൻ കഴിയുമ്പോൾ അന്ധകാരം മറികടന്നതായി അറിയാൻ സാധിക്കും. മോശമല്ലാത്ത ഉത്തരമാണ്, റബ്ബി പറഞ്ഞു. മോശമല്ല, എന്നാൽ ശരിയായ ഉത്തരം അല്പം വ്യത്യസ്തമാണ്. റബ്ബി തന്നെ പറഞ്ഞു: ഏതൊരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാണെന്നും നിങ്ങളുടെ സഹോദരനോ സഹോദരിയാണെന്നും തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമുക്ക് പറയാം, അന്ധകാരം കീഴടങ്ങി പകൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു എന്ന്. ഈ ക്രിസ്മസ് പ്രഭാതത്തിൽ ഇരുട്ടിൻ്റെ മേൽ വെളിച്ചത്തിൻ്റെ വിജയം ആഘോഷിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് വ്യക്തമായ ദർശനം നൽകുന്നതിനായി സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് വന്ന യഥാർത്ഥ വെളിച്ചമായിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നു. യോഹന്നാൻ യേശുവിനെ ദൈവവചനമായി അവതരിപ്പിക്കുന്നു. യഹൂദ ചിന്തയിൽ വചനം എന്ന പ്രയോഗം ദൈവം തൻ്റെ ലോകത്തെ സൃഷ്ടിയുടെ പ്രവർത്തനത്തിലെന്ന പോലെ നടപടിയെടുക്കുന്നതിനെ വിവരിക്കുന്നു. ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിലെ ലോഗോസ് എന്ന വാക്ക് ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയുമായി തുലനം ചെയ്യപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഊന്നി പറയുമ്പോൾ യേശുവിൻ്റെ മനുഷ്യപ്രകൃതിയുടെ യാഥാർത്ഥ്യത്തെയും യോഹന്നാൻ പ്രകടിപ്പിക്കുന്നു. തൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ ലോകത്തിൽ നിന്ന് തിന്മയുടെ അന്ധകാരത്തെ അകറ്റുന്ന വെളിച്ചത്തിൻ്റെ ഉദയമായാണ് യോഹന്നാൻ യേശുവിൻ്റെ ജനനത്തെ പരിചയപ്പെടുത്തുന്നത്. വെളിച്ചം ക്രിസ്മസിൻ്റെ തികഞ്ഞ പ്രതീകമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം പിന്നീട് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നു. യേശു തന്നെ പറഞ്ഞു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പിന്നീട് ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ദൈവം തൻ്റെ കൂടാരം നമ്മുടെ ഇടയിൽ സ്ഥാപിച്ചുവെന്ന് യോഹന്നാൻ പറയുന്നു. അതായത് ദൈവം നമ്മോടൊപ്പം അവൻ്റെ ഭവനം ഉണ്ടാക്കുന്നു. അവൻ നമ്മോടൊപ്പമുണ്ട്, നമ്മോടൊപ്പം ജീവിക്കുന്നു, നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ പോരാട്ടങ്ങളും പങ്കിടുന്നു. അവൻ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, നമുക്കൊരു ഭക്ഷണമായി മാറുന്നു. അതാണ് ദിവ്യബലി. ബത്ലഹേമിൽ നമുക്കിടയിൽ കൂടാരമടിച്ച് ദൈവം നമ്മിൽ ഓരോരുത്തരോടുമൊപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ, നമ്മുടെ മതസമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ഹോമിൽ തുടർന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ സന്തോഷിക്കുന്നത്.
വചനം മാംസമായി തീരുന്നത് ദൈവത്തിൻ്റെ സ്വയം വെളിപാടിൻ്റെ പരമോന്നത ദൃഷ്ടാന്തമാണ്. മുമ്പ് പ്രവാചകന്മാരിലൂടെ സംസാരിച്ച ദൈവം ഇപ്പോൾ തൻ്റെ പുത്രനിലൂടെ സംസാരിക്കുന്നു, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ദൈവത്തോടൊപ്പം വസിച്ച വചനം ഇപ്പോൾ നമ്മളോടൊപ്പം വസിക്കുന്നു, നമ്മെപ്പോലെ ഒരു മനുഷ്യനായി മാറുകയും അങ്ങനെ ദൈവത്തിൻ്റെ ലോകത്തിനും നമ്മുടെ ലോകത്തിനും ഇടയിലുള്ള വലിയ വിടവ് നികത്തുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ മോശയെ ദൈവത്തിൻ്റെ മുഖം കാണാൻ അനുവദിച്ചിരുന്നില്ല. എന്നിരുന്നാൽ നമ്മൾ ഇപ്പോൾ യേശുവിൻ്റെ മഹത്വവും അവൻ്റെ മുഖവും കാണുന്നു. അങ്ങനെ പിതാവ് നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുന്നു. കാരണം പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.